തദ്ദേശീയരായിട്ടുള്ള പോലീസ് ഫോഴ്സ് വെടിവെച്ചിരുന്നു. അപ്പോൾ ഈ വെടിവെക്കുന്ന ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നതാണ്. ഈ F-15 വിമാനം വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ IRGC തന്നെ അവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ 2 ദിവസത്തിനിടെ 2 വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററുമാണ് ഇറാൻ തകർത്തത്. ഇന്നലെ തകർത്ത F-15 വിമാനത്തിലെ ഒരു സൈനികനെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരാളെ കാണാതായതോടെ ഇറാൻ മണ്ണിൽ US തിരച്ചിൽ ഊർജിതമാക്കി. ഹോർമോസ് കടലിടുക്കിനപ്പുറത്തേക്ക് സമുദ്ര ഉപരോധം വ്യാപിപ്പിക്കാൻ നീക്കവുമായി ഇറാൻ. തന്ത്രപ്രധാനമായ ബാബൽ മാൻഡേബ് കടലിടുക്ക് ഇറാൻ ലക്ഷ്യമിടുകയാണ്. ആഗോള സമുദ്രപാതയിലെ സുപ്രധാന മേഖലയാണ് ബാബൽ മാൻഡേബ് കടലിടുക്ക്. ഇറാൻ നിയന്ത്രണം ഏറ്റെടുത്താൽ സൂയസ് കനാൽ കടന്നുവരുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ജിയോഗ്രഫിക്കലായി ഒമാനും ഇറാനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ ഈ ജലപാതയിലൂടെയാണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത്. പ്രതിദിനം ഏകദേശം 2 കോടി ബാരൽ എണ്ണയാണ് ഈ വഴിയിലൂടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിരുന്നത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി പ്രധാനമായും ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതയിലെ നിയന്ത്രണങ്ങൾ ആഗോള എണ്ണവില കുതിച്ചുയരാനും ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനും കാരണമാകുമെന്ന് ഇതിനോടകം തന്നെ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. വിമാനങ്ങൾ തകർത്തിട്ട് ഇറാൻ. അമേരിക്കയുടെ A-10 വിമാനമാണ് തകർത്തത്. ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് വിമാനം തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്നവർക്കായുള്ള തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ടെന്നും US അറിയിച്ചു. അമേരിക്കൻ സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായും തകർന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമെന്ന് മണിക്കൂറുകൾക്കകം 2 US പോർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ തിരിച്ചടിയിലാണ് അമേരിക്ക. ഇപ്പൊ തീരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ തീരുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീതിന് പിന്നാലെ US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ എന്നൊരു വാർത്ത വരുന്നു. 24 മണിക്കൂറിനിടെ 2 വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററുമാണ് ഇറാൻ തകർത്തത്. هلیکوپتر آمریکا نیرو نظامی یکاش بزا بنازمت بزا Die Zahnmaschine sieht ja irgendwo. Für die Riesen nicht. يا أخو المجرات يوصل بعد سنوات ونبغى نشوف شو US search helicopters prowl the skies over southern Iran, now in a deadly race to find America's missing airmen. Iranian state TV showing pictures of what it says is the wreckage of the downed US fighter plane. The Iranians claim it was shot down by an air defense system as it flew over a rugged province in southwestern Iran. Pictures on social media purport to show one of the 2 ejector seats. These images are as yet unverified but appear to be consistent with parts of an F-15 fighter jet. പോർ വിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ അമേരിക്കയുടെ 5 വിമാനങ്ങളും 2 ഹെലികോപ്റ്ററുകളും വീഴ്ത്തിയെന്നാണ് ഇറാന്റെ പുതിയ അവകാശവാദം. ഇന്നലെ തകർന്ന A-15 സ്ട്രൈക്ക് ഈഗിൾ പോർ വിമാനത്തിലെ ഒരു സൈനികരെ ജീവനോടെ പിടികൂടാൻ ഇറാനും രക്ഷിക്കാൻ അമേരിക്കയും ശ്രമിക്കുന്നു. ഇത് യുദ്ധഗതിയെ സ്വാധീനിക്കും. ഈ തെരച്ചിലിനെത്തിയ മറ്റു വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ആക്രമിക്കപ്പെട്ടു. ഒരു A-10 വാർഹോഗ്, 2 HH-60W ഹെലികോപ്റ്ററുകൾ എന്നിവ തകർത്തെന്ന് ചിത്രങ്ങൾ സഹിതമാണ് ഇറാന്റെ അവകാശവാദം. അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധം ഉൾപ്പെടെ തരിപ്പണമെന്ന് അവകാശപ്പെട്ടിട്ടും 1 മാസം നീണ്ട നിരന്തര ആക്രമണങ്ങൾക്ക് ശേഷവും സൈനിക നടപടികൾക്കിടെ വിമാനങ്ങൾ തകർക്കപ്പെട്ടതിലൂടെ അമേരിക്കയ്ക്കുണ്ടായ തിരിച്ചടി വലുതാണ്.